നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. മഹാഭാരത ഇതിഹാസം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഭഗവാൻ വേദവ്യാസന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു. ഗീതാഭാരതം ശ്രീമദ് ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും അവ തങ്ങളിലുള്ളതായ ബന്ധത്തെ പുരസ്കരിച്ച് പഠിക്കുന്ന ഒരു ചർച്ചാ ക്ലാസ്സാണ്. വ്യാസഭഗവാൻ തന്റെ ഹൃദയത്തിൽ ആദ്യം മഹാഭാരതം നിർമ്മിക്കുന്നതിന് മുന്നോടിയായിട്ട് ശ്രീമദ് ഭഗവത്ഗീത നിർമ്മിച്ചു. വേദാന്ത സാര സർവസ്വമാണ് ശ്രീമദ് ഭഗവത്ഗീത. അത് കഴിഞ്ഞിട്ട് അതിലെ തത്വങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി അദ്ദേഹം അതിലെ ഓരോ ആശയത്തെയും കഥാപാത്രങ്ങളായും സന്ദർഭങ്ങളായും ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലുതായിരിക്കുന്ന ഇതിഹാസകാവ്യം മഹാഭാരതം പിറന്നത്. ഈ യാഥാർത്ഥ്യം നേരിട്ട് അറിയാൻ ഗീതയിലൂടെയും മഹാഭാരതത്തിലൂടെയും അത്യന്തം ശ്രദ്ധയോടുകൂടിയിട്ടുള്ളതായ യാത്ര നമുക്ക് പ്രയോജനപ്പെടുന്നു. അങ്ങനെ നാം അപഗ്രഥിച്ച് പഠിക്കുമ്പോഴേക്കും ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരതം എന്ന് നമുക്ക് വ്യക്തമായിത്തീരും. അത് ഒരു ആവശ്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ ഗീത നന്നായി അറിയാൻ മഹാഭാരതം അറിയണം. മഹാഭാരതത്തിലെ വിവിധങ്ങളായ സന്ദർഭങ്ങളെ ഭംഗിയായി ഉൾക്കൊള്ളാൻ ഭഗവത്ഗീതയും അറിയണം. എന്തുകൊണ്ടെന്നാൽ രണ്ടും തമ്മിലുള്ള ബന്ധം അത്ര കണ്ട് സുദൃഢമാണ്. അതുകൊണ്ടാണ് ഗീതാഭാരതം എന്നുള്ള ഈ പഠനം അങ്ങേയറ്റം പ്രസക്തമായി തീരുന്നു. ഭഗവത്ഗീതയിലെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതാണ് നാം കുറെ നാളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ദൈവീ സമ്പത്തിനെ കുറിച്ചുള്ളതായ അതിലെ ധർമ്മങ്ങളെക്കുറിച്ചുള്ളതായ പഠനം കഥകളിലൂടെ നാം ഇതിനകം കണ്ടുകഴിഞ്ഞു. ആസുരീ സമ്പത്തിനെ ആസ്പദമാക്കി അതിൻ്റെ സവിശേഷതകളെ ആസ്പദമാക്കിയുള്ള കഥാപഠനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആസുരീ സമ്പത്തിനെ വിശദീകരിക്കുന്ന വ്യാസൻ നമ്മോട് പറയുന്നു, ദംഭം, ദർപ്പം മുതലായവയാണ് ആസുരീ സമ്പത്തിന്റെ സവിശേഷതകൾ. ദംഭോ ദർപ്പോ അതിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദമാസുരീം. അല്ലയോ പാർത്ഥ,
ആസുരീ സമ്പത്തിന്റെ സവിശേഷതകൾ ഈ പറഞ്ഞവയാണ്. ഇനിയുമുണ്ട് ആ സവിശേഷതകൾ. നമ്മൾ ഇത്രയും സവിശേഷതകളെ കഥകളിലൂടെ നേരിട്ട് കണ്ടു. ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കുന്നു. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യത്തെ. ഈ ആസുരീ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രവൃത്തിയെയും നിവൃത്തിയെയും പറ്റി യാതൊരു രൂപവുമില്ല, അതിനെക്കുറിച്ച് ചിന്തയുമില്ല, അത് അറിയണം എന്നുള്ളതായ വിവേകവുമില്ല. അവരവരുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് അവയെല്ലാം ആസുരീ സമ്പത്തിനാൽ പ്രചോദിതമാണ്. അതിനനുസരിച്ചിട്ട് ജീവിതത്തിലെ വിവിധങ്ങളായ സന്ദർഭങ്ങളെ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അതെല്ലാം തന്നെ കലാപകലുഷിതമായി തീരുകയും ചെയ്യും. അതിൽ കൂടി അവർ അവരുടെ ജീവിത സാഫല്യം കാണുന്നു, ജീവിതത്തിലെ സന്തോഷവും കണ്ടെത്തുന്നു. അവസാനം ആ കലാപങ്ങളെല്ലാം കൂടി ചേർന്ന് തിരിഞ്ഞടിക്കും. ചിലപ്പോൾ തുടക്കത്തിലേ തിരിഞ്ഞടിച്ചെന്ന് വരും, ചിലപ്പോൾ കുറെ ചെല്ലുമ്പോൾ, ചിലപ്പോൾ അവസാനം അത് തിരിഞ്ഞടിക്കും. തിരിഞ്ഞടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെയും വരും. അതുവരെ ചെയ്ത വിവിധങ്ങളായിട്ടുള്ള ദുഷ്പ്രവർത്തികളെല്ലാം പരസ്പര വിരുദ്ധമായി തീരുന്നത് അവർ കാണും. അവയെല്ലാം അത് ചെയ്ത വ്യക്തിക്കും വിരുദ്ധമായി നിൽക്കുന്നു എന്നും അവർ തിരിച്ചറിയും. പിന്നെ യാതൊന്നും ചെയ്യാൻ പറ്റാത്തതായ ഒരവസ്ഥയിൽ അവരെത്തിച്ചേരും. ഇതാണ് ആസുരീ സമ്പത്തുകളുടെ ഒരു സവിശേഷത. അതാണ് പ്രവൃത്തിയെയും നിവൃത്തിയെയും ഈ ആസുരീ സമ്പന്നന്മാര് ശരിയായ പ്രകാരത്തിൽ അറിയുന്നില്ല. അതുകൊണ്ട് അവർ ശരിയായ രൂപത്തിൽ ഈ ലോകത്തിൽ വേണ്ട വിധം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുമില്ല. ഇതിന് നല്ല ദൃഷ്ടാന്തങ്ങൾ മഹാഭാരതത്തിനകത്ത് വ്യാസഭഗവാൻ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യർ പല തരക്കാരാണല്ലോ, സ്വഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആസുരീ സമ്പത്തായിരുന്നാൽ പോലും അതിൻ്റെ തന്നെ വിവിധങ്ങളായ ധർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ മനുഷ്യര് പല തരക്കാരാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിഞ്ഞുകൂടായിക എന്നുള്ളതും പല പ്രകാരത്തിലാണ് പല ആളുകളില് നമ്മൾ കാണുക. അതിൻ്റെ അത്യുത്കടമായിട്ടുള്ള രൂപം നമുക്ക് ആദ്യം പരിചയപ്പെടാം. വിവിധ തലങ്ങളിലുള്ളതെല്ലാം വ്യാസൻ വിവിധ സന്ദർഭങ്ങളിലായിട്ട് നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. അത്യുത്കടമായിട്ടുള്ള രൂപം നാം ഇപ്പോൾ അപഗ്രഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു സന്ദർഭത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കർണന്റെ ജീവിതത്തിലെ തുടക്കം മുതൽ അയാൾ അറിയപ്പെടുന്നത് മുമ്പേ മുതൽ, അറിയപ്പെടുന്നതിന് വളരെ മുമ്പേ മുതൽ അയാളുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി താൻ ഇതിൻ്റെ മുഴുവൻ ഏകഛത്രാധിപതിയായി വിളങ്ങണം എന്നായിരുന്നു. അത് തുടർന്നുള്ള അയാളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം നിഴലിക്കുന്നു. പക്ഷേ സാഹചര്യം ഒട്ടും അനുകൂലമായിരുന്നില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഹസ്തിനാപുരത്ത് അവിടുത്തെ രാജകുമാരന്മാരുടെ അഭ്യാസം ഏതാണ്ട് പൂർണ്ണതയോടടുക്കുന്നു. അവർ ദ്രോണന്റെ കീഴിൽ പഠിക്കുകയാണ് 105 പേരും. അത് ഏതാണ്ട് പൂർണ്ണതയോടടുക്കുമ്പോൾ അവരുടെ ആ മികവുകളെ, ദ്രോണയിൽ നിന്നിട്ട് അവർ നേടിയെടുത്തതായ വിവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ളതായ അവരുടെ കഴിവുകളെ ലോകത്തിന്റെ മുന്നിൽ കാണിക്കണം, സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കണം എന്ന് ദ്രോണൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ട് അഭ്യാസക്കാഴ്ച എന്നുള്ളതായ സാഹചര്യം ഒരുക്കുകയും ചെയ്തു. രാജാവ് ഉൾപ്പെടെ, ധൃതരാഷ്ട്രൻ ഉൾപ്പെടെ, ആ കുരുവംശത്തിലെ ഭീഷ്മാദികളായ കാരണവന്മാരുൾപ്പെടെ ആ സമൂഹത്തിൽ വിവിധ തലങ്ങളിലുള്ള എല്ലാവരും അതിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിച്ചേർന്നു. അവർക്കെല്ലാം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് യഥോചിതം പീഠങ്ങൾ ഒരുക്കിയിരുന്നു. എല്ലാവരും ഇരുന്നു. ആ സമയത്താണ് അഭ്യാസക്കാഴ്ച നടന്നത്. 105 പേരും അവരവർക്ക് ദ്രോണൻ കൊടുത്തതായ സന്ദർഭങ്ങളിൽ വന്ന്
അവരവരോട് നിർദ്ദേശിച്ചിരുന്നതായ പ്രയോഗ വൈദഗ്ധ്യങ്ങളെല്ലാം കാണിച്ചു. അവസാനം അർജുനന്റെ ഊഴമായിരുന്നു. അർജുനനും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ അസ്ത്ര വിദ്യാ പാഠവും കാണിച്ചു. ഇത് മുഴുവൻ രാജാക്കന്മാരുടെ രാജകുമാരന്മാരുടെ പഠനാനന്തരം സമൂഹത്തിന്റെ മുന്നിലും രാജകുടുംബത്തിന്റെ മുന്നിലും അതേപോലെ തന്നെ പൗരമുഖ്യന്മാരുടെ മുന്നിലും നടത്തിയ അഭ്യാസത്തിന്റെ ഒരു പ്രകടനമായിരുന്നു. കുട്ടികൾ എത്രമാത്രം പഠിച്ചു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി അധ്യാപകനായ ദ്രോണൻ ചെയ്ത സംവിധാനമായിരുന്നു. അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല. ആ സ്ഥലത്തേക്ക് ജീവിതത്തിൽ വലിയ 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 ഔന്നത്യങ്ങൾ പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച കർണൻ എന്ന ബാലൻ, അയാള് അർജുനനേക്കാളും യുധിഷ്ഠിരനേക്കാളും ഒക്കെ അല്പപ്രായം കൂടുതലുള്ള ആളാണ്. കയറി വന്നു.